സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ സഹിച്ച പലസ്തീനികളുടെ മനക്കരുത്ത്, അതാണ് ഇന്ന് യൂറോപ്പ് ആലോചിക്കുന്നത്, ലോകം ഉറ്റുനോക്കുന്നത്. എന്തുകൊണ്ട് അവർ തകരുന്നില്ല? എന്തുകൊണ്ട് അവരുടെ മനസ്സ് ഇത്രത്തോളം ശക്തമായി മുന്നോട്ട് പോകുന്നു? അതിന്റെ പിന്നിലുള്ള രഹസ്യമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അന്വേഷിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്, മോഡേൺ സൈക്കോളജി മനുഷ്യന്റെ തലച്ചോറിനെയും ശരീരത്തിനെയും അതേപോലെ തന്നെ അവൻ്റെ സാഹചര്യങ്ങളെയുമെല്ലാം അനാലിസിസ് ചെയ്യുമ്പോൾ ഒരു മുസ്ലിമായ മനുഷ്യന്റെ അയാളുടെ ആത്മാവ് എന്ന് പറയുന്നത് അത് അയാളുടെ റൂഹ് എന്ന് പറയാം. അതിൽ ഇസ്ലാം വിശ്വാസം എന്നത് മർമ്മപ്രധാനമായൊരു ഘടകമാണ്. അതിനെ കൂടി അനാലിസിസ് ചെയ്യുമ്പോഴാണ് സ്പിരിച്വൽ സൈക്കോളജി, സ്പിരിച്വൽ കോഷ്യന്റ്, അതിൻ്റെ ശക്തി എത്രത്തോളമാണ് എന്നതാണ് നമ്മൾ ആയത്തിൽ പഠിക്കാറുള്ളത്. ഒന്നാമത്തെ കാര്യം, ഇത്രയും പ്രയാസങ്ങൾ എന്നത് ഒരു പരാജയമായി അവർ കാണുന്നില്ല. ഇത് ഒരു പരീക്ഷണമാണ്, ഒരു ടെസ്റ്റ്മെന്റ് എന്നതാണ് അവരുടെ മനസ്സിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. വിശുദ്ധ ഖുർആൻ പറയുന്നത് ഒന്ന് കേൾക്കാം. ഭയം, പട്ടിണി, ജീവനഷ്ടം, സമ്പത്തിലെ കുറവ് എന്നിവ നൽകി നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അത്തരം ഘട്ടങ്ങളിൽ ക്ഷമിക്കുന്നവർക്ക് സന്തോഷ വാർത്ത അറിയിക്കുക. ഈ ഖുർആൻ പറയുന്നു, നോക്കൂ, ഇത്തരം ഭയം തുടങ്ങി സാമ്പത്തിക നഷ്ടം, അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. അത് പരാജയമല്ല, പരീക്ഷണമാണ്. നിങ്ങൾ എങ്ങനെയാണ് ആ സാഹചര്യത്തിനെ നേരിടുന്നത് എന്നത്. അപ്പോൾ അതിനെ ഒരു പരീക്ഷണമായി കണ്ട് അതിലെങ്ങനെ വിജയിക്കാം എന്നതാണ് പലസ്തീനികൾ നമുക്ക് കാണിച്ചു തരുന്നത്. രണ്ടാമത്തെ കാര്യം തവക്കുൽ എന്നതാണ്. പലസ്തീനികൾ അല്ലെങ്കിൽ നല്ലൊരു വിശ്വാസികൾ, തങ്ങൾക്ക് അവിടെ ഒരു നിയന്ത്രണവുമില്ല എന്ന് സാഹചര്യം വരുമ്പോൾ തവക്കൽതു അലല്ലാഹ്, എല്ലാം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയാണ്. എന്ത് പ്രയാസം വരുമ്പോഴും ഹസ്ബി അല്ലാഹു നിഅ്മൽ വക്കീൽ, അള്ളാഹു മതി ഞങ്ങൾക്ക് എന്ന രൂപത്തിൽ ആ തവക്കുൽ എന്ന് പറയുമ്പോൾ ആ ഒരു മെന്റൽ സ്ട്രെങ്ത്തിലേക്കാണ് അവർ പോകുന്നത്. നമുക്ക് ദുഃഖിക്കേണ്ടതില്ല, പ്രയാസപ്പെടേണ്ടതില്ല, ഞങ്ങളെ നോക്കാൻ ഏറ്റവും ഉന്നതനായ ഒരു ഇലാഹു ഉണ്ട്, അള്ളാഹു ഉണ്ട് എന്ന ഒരു ശക്തിയാണ് അവരെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. മറ്റൊന്ന് മരണം എന്നതാണ്. മരണം അവർ ഒരു പ്രയാസമായിട്ടല്ല, ജീവിതത്തിന്റെ അവസാനം ആയിട്ടല്ല കാണുന്നത്, ജീവിതത്തിന്റെ തുടക്കമാണ്. അതിനവർ ഇസ്ലാമിക കോൺസെപ്റ്റിൽ ഷഹാദത്ത് എന്ന് പറയും. എനിക്കും ഷഹീദാവാം, കാരണം ഞാൻ വേട്ടയാടപ്പെടുന്നത് ഒരു മുസ്ലിമായി എന്ന ഒരു കാരണത്തിന്റെ പേരിലാണ്. ആ ഒരു കാരണത്തിന്റെ പേരിൽ അനാവശ്യമായി കൊല്ലപ്പെടുമ്പോൾ അത് അള്ളാഹുവിന്റെ മുന്നിൽ രക്തസാക്ഷിത്വമാണ് എന്ന ഒരു മൈൻഡ് സെറ്റോടുകൂടെ അവർ സന്തോഷത്തോടുകൂടെയാണ് മരണത്തിനെ അവർ സ്വീകരിക്കുന്നത്. ഒരിക്കലും അതൊരു ആത്മഹത്യയല്ല, അവർ പോരാടുകയാണ്. പോരാട്ടത്തിനൊടുവിൽ അവർ രക്തസാക്ഷിത്വം വഹിക്കുമ്പോൾ അവർ സന്തോഷത്തോടു കൂടിയാണ്. ചിലരുടെ മയ്യത്തുകൾ, മൃതശരീരങ്ങൾ നമ്മൾ കാണുമ്പോൾ അവരുടെ മുഖങ്ങൾ സന്തോഷം കൊണ്ട് തുടുത്തതായിട്ട് നമുക്ക് കാണാം. എന്തുകൊണ്ടാണ്? അവരുടെ ഈമാനിന്റെ ശക്തിയാണ് അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതുവരെ നമ്മൾ പറഞ്ഞത് 3 അവരുടെ ചിന്താപരമായ ഈമാനികമായ അവരുടെ കോൺസെപ്റ്റാണ്. എന്നാൽ ചിന്ത മാത്രമല്ല, അവരെ ഈ ഒരു മെന്റൽ സ്ട്രെസ്സിൽ നിന്നും, അവരെ പ്രയാസങ്ങളിൽ നിന്നും, ട്രോമയിൽ നിന്നെല്ലാം അവരെ റിലീസ് ചെയ്യുന്നത് അവരുടെ ആക്ടിവിറ്റികളോടെയാണ്. എന്താണ് ആക്ടിവിറ്റികൾ? ആ ആക്ടിവിറ്റികളിലേക്കൂടെ നമുക്ക് കടക്കാം. ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ പ്രധാനമായും 3 ആക്ടിവിറ്റീസുകളാണ്. ഒന്ന്, എല്ലാ മുസ്ലിമിനും നിർബന്ധമായ കാര്യമാണ് 5 വക്ത് നിസ്കാരം. ആ 5 വക്ത് നിസ്കാരത്തിൽ പൂർണ്ണമായും ശാന്തിയോടെ സമാധാനത്തോടെ നിൽക്കുമ്പോൾ എല്ലാ പ്രയാസങ്ങളും മറന്ന് എന്നെ കാണാൻ ഡയറക്റ്റുള്ള അള്ളാഹുവുമായുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ അവിടെ നടക്കുന്നത് അവരുടെ മെന്റലായി വളരെ സ്ട്രോങ് ആക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മെഡിറ്റേഷൻ, യോഗ എന്നെല്ലാം പറയും. അതിൻ്റെ എല്ലാം എത്രയോ ഉന്നതമായ തലങ്ങളിലേക്ക് ഒരു വിശ്വാസിക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഊർജമാണ് ആ ഒരു നിസ്കാരം. രണ്ടാമതായി ഖുർആനും വലിയൊരു ഹീലിംഗ് ആണ് നൽകുന്നത്. അതിൻ്റെ അർത്ഥതലങ്ങളിലേക്ക് പോകുമ്പോൾ അതൊരു ഹാപ്പിനെസ്സിൻ്റെ വലിയൊരു കേന്ദ്രമായി ആ ഖുർആൻ പാരായണം അവർക്ക് മാറ്റുകയാണ്. അതിലൂടെയെല്ലാം നിരന്തരമായി ഹാപ്പി ഹോർമോണുകൾ പ്രൊഡ്യൂസ് ആവുകയും നിരന്തരം സന്തോഷത്തോടുകൂടെ കരുത്തോടുകൂടെ മുന്നോട്ട് പോകാനുള്ള എനർജി അവിടെയുള്ള പോരാളികൾക്ക്, അവിടെയുള്ള വിശ്വാസികൾക്ക് ലഭിക്കുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന്, അവർ കുടുംബ ബന്ധങ്ങൾ പരമാവധി പുലർത്തുകയാണ്. ഒരു വീട്ടിൽ ബോംബ് വീഴുമ്പോൾ
അവരെല്ലാവരും കൂടി സഹായിക്കുകയാണ്. എല്ലാവരും കൂടി അവരെ മൃതശരീരം അത് ഖബറിൽ വെക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുകയാണ്. അവരിലേക്ക് ആശ്വാസമായി പോവുകയാണ്. അവരിലേക്ക് ഭക്ഷണം കിട്ടാത്തവർക്ക് ഭക്ഷണം എത്തിക്കുകയാണ്. അങ്ങനെ ആക്ടിവിറ്റീസുകളിലേക്ക് അവർ കടക്കുമ്പോൾ നിരന്തരം അവരുടെ മാനസികമായ ശക്തി കൂടി വരുന്ന സുന്ദരമായ കാഴ്ച. എന്തെങ്കിലും പ്രയാസം വരുമ്പോഴേക്ക് ആത്മഹത്യയിലേക്ക് വഴുതി വീഴുന്ന പുതിയ തലമുറ, അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾ, പാശ്ചാത്യ ലോകം വളരെ ആശ്ചര്യത്തോടു കൂടിയാണ് കാണുന്നത്. ഇത്രയും പ്രയാസത്തിനിടയിൽ പുഞ്ചിരിച്ചുകൊണ്ട് അൽഹംദുലില്ലാ എന്ന് പറയുന്ന പലസ്തീനികൾ. നിങ്ങൾക്ക് എന്താണ് പലസ്തീനികളെ പറ്റി, അവരുടെ മാനസിക ശക്തിയെപ്പറ്റി, അവരുടെ ഈമാനിന്റെ കരുത്തിനെ പറ്റി നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്യുക. അസ്സലാമു അലൈക്കും.